നമ്മുടെ ഇവിടെ കഴിഞ്ഞ വർഷം നട്ട കോവലമ്പന്തലാട്ടോ ഇത്. അതൊക്കെ ഈ ചൂട് കാരണം നിറയെ പോയായിരുന്നു. ഇപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും നല്ലോണം തളിർത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിറയെ പൂവൊക്കെ ഉണ്ടായി, ഇഷ്ടംപോലെ കോവയ്ക്ക ഉണ്ടാകാൻ തുടങ്ങി. മിക്ക വീടുകളിലും ഉണ്ടാവൂലേ ഇതുപോലെ കോവയ്ക്ക. പെട്ടെന്ന് തന്നെ നട്ടു വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പുഴുവൊന്നും അധികം പെട്ടെന്ന് ഇതിനെ ആക്രമിക്കില്ല. ഇപ്പോൾ ചീരയും മുരിങ്ങയിലയൊക്കെ തോരൻ വെച്ച് കഴിക്കുന്ന പോലെ തന്നെ കോവയ്ക്കയുടെ ഇലയും തോരൻ ഉണ്ടാക്കാം. ഇതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയണേ. അതുപോലെ തന്നെ പ്രമേഹമൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കോവയ്ക്ക പച്ചയ്ക്ക് നമ്മൾ പറിച്ച് കഴിക്കൂലേ. തോട് മഴ പെയ്ത കാരണം നിറയെ പുല്ല് കയറിയിട്ടുണ്ട് ഇതിൻ്റെ പന്തലിൻ്റെ താഴെയൊക്കെ. ഇനി അതൊക്കെ വെട്ടി വൃത്തിയാക്കണം. 100 ഗ്രാം കോവയ്ക്കയിൽ 15 കലോറി ഊർജ്ജം ഉണ്ടെന്നാണ് പറയണത്. ഷുഗർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് പറയണത്. ഫാറ്റി ലിവർ ടെൻഡൻസി ഒക്കെ കുറയ്ക്കാൻ സഹായിക്കും. നമ്മളിതാ കോവയ്ക്ക പറിച്ച് അത്യാവശ്യം നമുക്ക് കറി വയ്ക്കാനുള്ള കോവയ്ക്ക കിട്ടിയിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് കഴുകി നമുക്ക് അരിഞ്ഞെടുക്കണം. കോവയ്ക്ക കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഒരു സവാള അരിഞ്ഞ് ചേർത്തു. ഇനി തേങ്ങ ചിരണ്ടിയത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില എന്നിവ എടുത്തു. കടുക് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് തേങ്ങ ചിരകിയതും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇതിൻ്റെ നിറം മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയെടുത്തു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കോവയ്ക്ക് സവാളകളും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി. ഇനി അത് മൂടി വെച്ച് ആവി കയറ്റി വേണം വേവിക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കോവയ്ക്ക കറി. നമ്മൾ പാവയ്ക്ക വറ്റലുണ്ടാക്കുന്ന പോലെ തന്നെ കോവയ്ക്ക ഉണക്കി അതുപോലെ തന്നെ വറുത്തെടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ ഇതാ കോവയ്ക്ക തോരൻ റെഡിയായി കഴിഞ്ഞു. നിങ്ങളിതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക.